മുരുകഭക്ത മഹാസംഗമത്തിന്റെ സമാപന ദിവസത്തിന്റെ ഭാഗമായ കാവടി ഘോഷയാത്ര പൂജപ്പുര ചെങ്കളൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രശാന്ത്, കാവടി ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് വിശ്വാസികൾ? പറയൂ പ്രശാന്ത്. രാഖി സമാപന ദിവസത്തിന്റെ ഭാഗമായിട്ടുള്ള കാവടി ഘോഷയാത്രയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പൂജപ്പുര ചെങ്കള്ളൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ കാവടി ഘോഷയാത്ര ആരംഭിച്ചത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാവടി എഴുന്നള്ളത്തുമായി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇത് സമ്മേളന നഗരിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. പഴനിയിൽ നിന്നുള്ള സ്വാമി തന്നെയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്, കാവടി ഘോഷയാത്രയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസം തിരുവനന്തപുരത്ത് അനന്തപുരിയെ ഭക്തജന സാഗരമാക്കി മുരുക ഭക്ത മഹാസംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്വീകാര്യത ഈ സംഗമത്തിൽ ലഭിക്കുന്നുണ്ട്. നിരവധി പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഭക്തസംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇന്ന് സമാപനമാണ്. വിവിധ കലാപരിപാടികളുടെയും സാംസ്കാരിക പരിപാടികൾക്കും ഇതിന്റെ ഭാഗമായി നടന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മുരുക ഭക്ത സംഗമത്തിന്റെ ഭാഗമായിട്ട് ആത്മീയ നേതാക്കൾ പങ്കെടുക്കുന്ന, രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന നിലവിൽ ഈ സെഷനുകളും ഇതോടൊപ്പം തന്നെ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സമാപനം ആണ് ഇന്ന് നടക്കുന്നത്. ആ സമാപനത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ന് 3ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഘോഷയാത്ര, കാവടി ഘോഷയാത്ര കടന്നു വരുന്നത്. പ്രത്യേകം സജ്ജീകരിച്ചൊരു രഥം സജ്ജീകരിച്ചിരിക്കുന്നു. ആ രഥം സജ്ജീകരിച്ച് ആ രഥത്തിൽ ഭഗവാന്റെ തിടമ്പിന് സമാനമായിട്ടുള്ള വിഗ്രഹമേന്തി ആ വിഗ്രഹ ഘോഷയാത്രയായി ഭഗവാന്റെ ചിത്രങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണ്, ഭഗവാന്റെ ചിത്രം അടക്കം വെച്ചുകൊണ്ടാണ് ഈ കാവടി ഘോഷയാത്ര നടന്നു വരുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ കാവടി ഘോഷയാത്രയ്ക്കൊപ്പം നഗ്നപാതരായി അണിചേരുന്നുണ്ട്. നിരവധി പേർ വാദ്യമേള ഘോഷങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തരായിട്ടുള്ളവർ വായ്ക്കുരവിയോടുകൂടിയും താളമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. വലിയ സ്വീകാര്യതയാണ് ഈ ഘോഷയാത്രയ്ക്ക് വലിയ ഒരു സ്വീകാര്യത തന്നെയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൂജപ്പുരയിലൂടെയാണ് ഇപ്പോൾ ഈ ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കള്ളൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അല്പസമയം മുമ്പാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചത്. ആ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുരുക ഭക്തസംഗമം വലിയൊരു വിജയമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. നിരവധി ഭക്തർ ഈ മുരുക ഭക്ത സംഗമത്തിലേക്ക് എത്തുന്നു. അനന്തപുരിയെ ഭക്തജന കടലായി മാറ്റുന്നു. നമുക്കറിയാം, മലയാളിക്ക് അയ്യപ്പനും മുരുകനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഈ മലയാളികളുടെ ഒരു ഇഷ്ടദേവതാ സങ്കല്പത്തിലും മുരുകന് പ്രാധാന്യമുണ്ട്. വിശേഷിച്ച് തെക്കൻ വടക്കൻ കേരളത്തിലും ആരാധന സമ്പ്രദായത്തിലടക്കം ഈ മുരുകൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. പളനിയിലേക്കായാലും ശരി, കാവടി എടുത്തുകൊണ്ട് പോകുന്ന, അതിൽ വ്രതവും നോട്ട് കാപ്പ് കെട്ടി കാവടി എടുക്കുന്ന ഒരു സമ്പ്രദായം തെക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മലബാർ മേഖലകളിലും ഇത്തരത്തിൽ മുരുക പളനിമല യാത്രയുമായി ബന്ധപ്പെട്ടെല്ലാം വ്രതം നോറ്റുകൊണ്ടും കാവ്യ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുമെല്ലാം വ്രതം നോറ്റുകൊണ്ട് പളനിമലയിലെ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു ആരാധന സമ്പ്രദായം നമുക്ക് നിലനിൽപ്പുണ്ട്. അങ്ങനെ മലയാളികൾക്ക് മുരുകനും അയ്യപ്പനും വളരെ പ്രാധാന്യത്തോടെയാണ് ആരാധിച്ചു വരുന്നത്, കാണുന്നത്.